എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ്. രേവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേയൊക്കെ നല്ല ഫലങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് ദോഷഫലങ്ങളും ഉള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ഏറ്റവും പ്രധാനമായി വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന രേവതി നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ വ്യവസായത്തിന് വളരെയധികം പുരോഗതി ഉള്ള ഒരു വർഷമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം രേവതി നക്ഷത്രക്കാർക്ക്. ജോലി സ്ഥിരപ്പെടുന്ന ഒരു വർഷമായിരിക്കും. ആശുപത്രി വാസത്തിന് വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണിത്. നിങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ ഒക്കെ ആയിരിക്കും ആസ്പത്രി വാസം ഉണ്ടാകുക. കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർക്കുവാൻ ഈ 2026 വിഷു വർഷത്തിൽ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. അതുകൊണ്ട് വാക്കുകൾ എല്ലാം സൂക്ഷിച്ച് പ്രയോഗിക്കുക. പല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല. കലാകാരന്മാരായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് നിരവധി പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവരാണ് എങ്കിൽ അവരുടെ പൊതുപ്രവർത്തന മേഖല കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹപരമായി പറയുകയാണ് എങ്കിൽ വിവാഹത്തിന് ആദ്യത്തെ 6 മാസത്തോളം അനുകൂലമായിട്ടുള്ള സമയമല്ല. അത് കഴിഞ്ഞ് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. പൊതുവെ രേവതി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷത്തിൽ കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കുക. അതുപോലെ ശനിയാഴ്ചകളിൽ പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂര്യഭഗവാനെ നിത്യവും വണങ്ങുക. സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയോ രക്തപുഷ്പാർച്ചനയോ നടത്തുക. അതുപോലെ ദേവിക്ക് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് പ്രാർത്ഥിച്ച് അത് വളരെ പെട്ടെന്ന് നടത്തുന്നതും വളരെ നല്ലതാണ്. ഗണപതി ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഭഗവാന് വേണ്ട വഴിപാടുകൾ നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിയെയും നന്നായി പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ട വഴിപാടുകളൊക്കെ നടത്തുക. ഇങ്ങനെയെല്ലാം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ രേവതി നക്ഷത്രത്തിന് വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി നല്ല ഒരു വർഷമായി തീരും ഈ 2026. നല്ല രീതിയിലുള്ള വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.